ഗൈസ്, വെൽക്കം ബാക്ക് ടു ഈസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC കെമിസ്ട്രി ചാപ്റ്റർ 1 and 2 വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഒട്ടും വൈകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി വെറും 5-6 ദിവസങ്ങൾ കയ്യിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഓണം എക്സാമിന് അല്ലേ. അപ്പോൾ മാക്സിമം ഇനിയുള്ള വീഡിയോസ് മൊത്തം നമുക്ക് ഓണം എക്സാം ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായി ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്. തന്നിരിക്കുന്ന ഗ്രൂപ്പിന്റെ പേര് എഴുതാൻ. ഒന്നാമത്തെ എന്താണ്? CH2 CH3 ആണ് അല്ലെ. രണ്ടാമത്തെയോ CO. മൂന്നാമത്തെ OCH2 CH3 ആണ്. നാലാമത്തെ Cl. 5 COOH. ആറാമത്തെ OH അല്ലെ. അപ്പോ രണ്ട് CH അതായത് CH2 CH3 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താക്കി കണക്കാക്കൂടാ? എന്തായി കണക്കാക്കും? ഈഥീൻ എന്ന് പറയും അല്ലേ. അതേപോലെ CO ആണെന്നുണ്ടെങ്കിലോ കീറ്റോ ഗ്രൂപ്പ്. അതേപോലെ തന്നെ OCH2 CH3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഈഥോസി. ആൻഡ് Cl വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? ക്ലോറോ. ആൻഡ് COOH വന്നാലോ കാർബോക്സിൽ. ആൻഡ് OH വന്നാൽ എല്ലാവർക്കും അറിയാം അല്ലെ, ഹൈഡ്രോക്സിലാണ്. ഇതില് നമ്മൾ മെയിൻ ആയിട്ട് അതായത് ഗ്രൂപ്പുകളുടെ നെയിംസ് അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ. നമുക്ക് ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഏതാണ് അത്? ഈ സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് അനലൈസ് ചെയ്തതിനു ശേഷം ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കണേ? ഹൗ മെനി കാർബൺ ആറ്റം ആർ ദർ ഇൻ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ ഉള്ള കാർബൺ ആറ്റം എത്രണ്ണം ഉണ്ട് മെയിൻ ചെയിനില്? രണ്ടാമത്തെ വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ഏതാണ്? മൂന്നാമത്തെ എന്താണ്? IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം എഴുതാൻ. അപ്പൊ നമുക്ക് ഫസ്റ്റിന് എത്ര കാർബൺ മെയിൻ ചെയിൻ ആയിട്ട് 1 2 3 4 5 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നേരത്തെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താണ്? അവിടെയാണ് മെയിൻ ആയിട്ട് കിടക്കണേ അല്ലേ. ഞാൻ ഈ ഒരു സംഭവത്തിലാണ് ഞാൻ എന്തെടുക്കുന്നത്? ഈ ഒരു ചെയിൻ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ 1 2 3 4 5 തിരിച്ച് നമ്പർ ഇടുമ്പോഴോ 1 2 3 4 5. എങ്ങനെ ഇട്ടാലും ഏതിലാണ് ബ്രാഞ്ച് എടുക്കണേ? 3യിലാണ് ബ്രാഞ്ച് എടുക്കണേ അല്ലേ. ഓക്കെ, അപ്പൊ ആൻസർ ഒന്നാമത്തെ എന്താണ്? 5. രണ്ടാമത്തെയോ 3. ദെൻ മൂന്നാമത്തേതിന്റെ IUPAC നെയിമിംഗ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് IUPAC നെയിം? 3-methyl pentene. ഓക്കെ, അപ്പൊ കുറച്ച് ഇതിനു മുൻപ് നമ്മൾ ചാപ്റ്റർ 1 അത്യാവശ്യം എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതില് ഈ ചിലതിന് നമുക്ക് Pent1-ene അങ്ങനെ ഒരു സംഭവം നമ്മൾ പെൻറ്റീൻ എഴുതിയാലും കറക്റ്റ് ആണ്, Pent1-ene എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഏത് എഴുതിയാലാണ് മാർക്ക് തരാന്ന്. അപ്പോൾ എൻ്റെ ഇതിൽ രണ്ടും സെയിം തന്നെയാണ്. ബട്ട് കൂടുതലായിട്ട് നിങ്ങൾ ടെസ്റ്റ് പറഞ്ഞിരിക്കണം Pent1-ene ആ ഒരു രീതിക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് മനസ്സിലാക്കി വൃത്തിക്ക് എഴുതാം. ഓക്കെ, ഒരു കുട്ടി എന്നോട് ഡൗട്ട് ചോദിച്ച് കറക്റ്റ് ആയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നല്ലപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അത് തെറ്റല്ലടാ, പക്ഷെ നിങ്ങൾ ടെസ്റ്റിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കുക. അപ്പോൾ രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അടുത്തതാണ് ദി സ്ട്രക്ചർ ഓഫ് ആൻ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ. നമുക്ക് അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ എന്നുണ്ട്. ഏതാണത്? ഈ ഒരു സംഭവമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്, ഇതിന്റെ കോമ്പൗണ്ടിന്റെ പേര് എന്താണ്? രണ്ടാമത്തെ റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഇറ്റ്. അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യുക? മോളിക്കുലർ ഫോർമുല എഴുതാം. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? നമുക്കറിയാലേ സിമ്പിൾ ബെൻസീൻ. അതേപോലെ മോളിക്കുലർ ഫോർമുല എന്താണ്? C6H6. കാണാപ്പാടാണ് എല്ലാവർക്കും. അടുത്തതാണടാ ടേബിൾ കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കിവിടെ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, IUPAC നെയിമിംഗ് തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും തന്നിട്ടില്ല, ഇവിടെ ഒന്നും തന്നിട്ടില്ല, ഇവിടെ ഒന്നും തന്നിട്ടില്ല. അതാണ് നമ്മൾ അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ CH3 ബ്രാഞ്ച് ആയിട്ട് ആരുണ്ട്? CH3 ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എന്താ? IUPAC നെയിമിംഗിൽ But1-ene. ഇവിടെ ഞാൻ പറഞ്ഞേ ബ്യൂട്ടീൻ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. അടുത്തതാ നമുക്ക് Cയിൽ വരുന്നിട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ സ്ട്രക്ചർ മാത്രം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ഇതിന്റെ IUPAC നെയിമിംഗ് എഴുതാനാണ്. എന്താണ് IUPAC നെയിം? 2-methyl propane ആണ്. അതേപോലെ But1-ene ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ എഴുതും? CH2 CH3 എന്ന് എഴുതി കൊടുക്കും അല്ലെ. ഓക്കെ, ദെൻ C എന്താണ്? ഇതിന്റെ എന്താ പറയാ ഇതിന്റെ IUPAC നെയിമിംഗ് എന്താണ്? ബെൻസീൻ ആണ് കേട്ടോ, ബെൻസീൻ. അതിന്റെ മോളിക്കുലർ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ C6H6. ഓക്കെ, ഇവിടെ ഉൾപ്പെടുത്തിയാണ് പോയടാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ ഓടിച്ചാടി നമുക്ക് പോവാം. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നേരത്തെ പോലെ തന്നെ ടേബിൾ തന്നെ തന്നേക്കണേ. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് നെയിംസ് ഓഫ് റിയാക്ഷൻ ഗിവൺ ഇൻ ദ ബോക്സ്. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ കെമിക്കൽ ഇക്വേഷനും
തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിച്ച് നമ്മൾ അതിന്റെ റിയാക്ഷന്റെ പേരായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പോളിമറൈസേഷൻ ഉണ്ട്, കമ്പഷൻ ഉണ്ട്, അഡീഷണൽ റിയാക്ഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, തെർമൽ ക്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ ഏതൊക്കെയാണ്? CH3 CH2 H2 ഗീവ്സ്. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 എന്ന് വരും. അടുത്തതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? CH2Cl HCl. മൂന്നാമത്തെ CH4 2O2 CO2 2H2O. അപ്പോൾ ഇതിൽ എങ്ങനെയാ വരിക? ഒന്നാമത്തെ റിയാക്ഷൻ എന്താണ്? അഡീഷൻ റിയാക്ഷൻ. രണ്ടാമത്തെയോ സബ്സ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തെ കമ്പഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതാം. ഒന്നാമത്തെ എന്താണ്? അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, കമ്പഷൻ. 1 2 3. ഓക്കെ, ഇനി അടുത്തതാണ് which one of the following organic compound undergoes addition reaction? ഇതിൽ ഏതാണ് അഡീഷൻ റിയാക്ഷൻ കോമ്പൗണ്ട്? ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്? നമുക്ക് ഒന്നാമത്തെ തന്നിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കേട്ടോ. കോമ അത്ര വിസിബിൾ അല്ല, അതുകൊണ്ട് ഞാൻ വൃത്തിക്ക് വരച്ചു തരാം. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്കുള്ളത്. ഇതിൽ ഏതാണ് അഡീഷൻ റിയാക്ഷൻ പോവുക? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ? അപ്പൊ ഏതാണ്? ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ഇക്വേഷൻ CH2 CH3 ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. CH3 CH2. അപ്പൊ ഇതിലെന്താ പറയുന്നത്? നെയിം ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഈസ്. എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഏതാണ്? ഓക്കെ, നമുക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായില്ല എന്ത് റിയാക്ഷൻ ആണ്? തെർമൽ ക്രാക്കിംഗ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നിനും ഡീറ്റെയിൽഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഷോർട്ട് നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താലും ആ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ക്വസ്റ്റ്യൻസ് അല്ലാണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് കണ്ടന്റ് ഉള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കണ്ടന്റ് മീൻസ് ആ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്താണ്? പ്രോപ്പർ വണ്ണി. രണ്ടാമത്തെ തെർമൽ ക്രാക്കിംഗ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സിൽ എന്താണ്? CH4 2O2, പിന്നെ അവിടെ ഒരു ഡാഷ് ഉണ്ട് 2H2O പ്ലസ് ഹീറ്റ്. ഇത് ബാലൻസ് ചെയ്യുന്ന ഇവിടെ ആരെ ആഡ് ചെയ്താൽ മതി? CO2 ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തതാണ് NCF2 പിന്നെ എങ്ങനെ വരും? CF2 എന്ന് വരും. ഇതെന്താണ്? ടെഫ്ലോൺ ആണ് അല്ലെ. അപ്പോൾ കംപ്ലീറ്റ് കെമിക്കൽ ഇക്വേഷൻ അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതെന്താണ്? ചെയ്തതാണ്. രണ്ടാമത്തെയോ നെയിം ദ റിയാക്ഷൻ വൈ റിയാക്ഷൻ എന്താണ്? വൈ റിയാക്ഷൻ എന്താണ്? പോളിമറൈസേഷൻ ആണ്. മൂന്നാമത്തെയോ റൈറ്റ് എനി വൺ യൂസ് ഓഫ് ടെഫ്ലോൺ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ഇമ്പോർട്ടന്റ് ആണ്. യൂസ് ചോദിക്കാൻ നമ്മളോട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ടെഫ്ലോണിന്റെ യൂസ്? ഫോർ കോട്ടിംഗ് ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ. നോൺ സ്റ്റിക് കുക്ക്വെയറിന്റെ കോട്ടിംഗ്, ഉള്ളിൽ ഉണ്ടാവുന്ന ഇന്നർ സർഫസിലുള്ള കോട്ടിംഗ് ആണ് എന്ത്? നമ്മൾ ടെഫ്ലോൺ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം.